നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറികൾ എങ്ങനെയാണ് വാങ്ങുന്നത്? നല്ല റെഡി ടു കുക്ക് കട്ട് വെജിറ്റബിൾസ് നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് ആയിട്ട് എത്തിയാലോ? നമുക്കിനി ഇവരുടെ പ്രധാന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ പ്രധാന ഐറ്റങ്ങളാണ് ഇതിനകത്ത് 16 ഐറ്റം. ഇതെന്ത് സാമ്പാറിനുള്ള കട്ട് വെജിറ്റബിൾ ആണ്. ഇത് നമുക്ക് 16 ഐറ്റം ചേരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. എല്ലാം കട്ട് ചെയ്താ വരുന്നത്. ഇത് അവിയലിന്റെ കട്ടാണ്. ഇതും അതുപോലെ സെയിം 16 ഐറ്റം ഉണ്ട്. ഇതിൽ ചക്കക്കുരു വരെ വരുന്നുണ്ട്. ചക്കക്കുരു, ചക്ക, മുരിങ്ങക്ക, തക്കാളി, അമരക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക എല്ലാ ഐറ്റങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ചേന, ചേമ്പ്. ഇത് പാവയ്ക്ക തോരൻ്റെയാണേ. ഇത് നമുക്ക് വെള്ളിയും ശനിയും ഓഫറുണ്ട്. തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് 100 ഗ്രാം അതും കൂടെ ചേർത്താണ് നമ്മൾ കൊടുക്കുന്നത്. വെള്ളിയും ശനിയും മാത്രം ഓഫർ. അല്ലാത്ത ദിവസം നമ്മൾ ഇത് മാത്രം 400 ഗ്രാം. ഇത് പാവയ്ക്ക മെഴുക്ക് വരട്ടി. ഇത് എണ്ണയിലോട്ടൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് ചൂടാക്കി എളുപ്പം എടുക്കാവുന്നതാണ്. ഇതും പുഴുക്ക് 900 ഗ്രാം വരും. നമുക്ക് വെള്ളിയും ശനിയും ഓഫറുണ്ട്. അതിനുള്ള സമ്മതിക്കുള്ളതും കൂടെ കിറ്റ് നമ്മൾ കാന്താരി, വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ്, ചമ്മന്തി മിക്സ് അത് ഓഫർ. തേങ്ങ തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ 500 ഗ്രാം 250 കൊടുക്കും. 1 കിലോ ആണെങ്കിൽ അങ്ങനെ അത്രയും അനുസരിച്ച്. ഇത് പയർമണി. അത് നമ്മൾ മിക്സഡ് തോരനൊക്കെ വരുമ്പോൾ അതിനകത്ത് കൊടുക്കും. മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പില്. പഴം. പിന്നെ കൊച്ചുള്ളി പൊളിച്ചു കൊടുക്കും. ആവശ്യാനുസരണം എത്ര കിലോ വേണമെങ്കിലും പൊളിച്ചു കൊടുക്കും. വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കും. നമ്മുടെ ചക്കത്തര, ചക്ക പഴുത്തത് ഉണങ്ങുന്നത് തേനി. ഇത് കാന്താരി ഡ്രൈഡ് ആയിട്ടുള്ളത് അല്ലേ? ഇത് ഇഞ്ചി ഉണങ്ങുന്നത് ചുക്കാക്കാൻ. ബീട്രൂട്ട് ഉണങ്ങുന്നത്. ഇതിപ്പം നമ്മൾ കണ്ട ചക്ക ഡ്രൈ ആക്കാൻ ചക്കത്തരയുടെ വെച്ചതിൻ്റെ തന്നെ ഡ്രൈ ആയി കഴിഞ്ഞുള്ളതാണിത്. അതുപോലെ മാങ്ങാത്തരയാണിത്. ഇത് തേങ്ങ ഉണങ്ങിയത്. പാവയ്ക്ക ഉണങ്ങിയത്. ഇത് ശംഖുപുഷ്പം ഉണങ്ങിയത്. ഇത് കോവയ്ക്ക ഉണങ്ങിയത്. വഴുതനങ്ങ ഉണങ്ങിയത്. വെണ്ടയ്ക്ക ഉണങ്ങിയത്. ക്യാരറ്റ് ഉണങ്ങിയത്. മുളക് ഉണങ്ങിയത്. പച്ചമുളക്. ഇത് ബീട്രൂട്ട് ഉണങ്ങിയത്. നെല്ലിക്ക ഉണങ്ങിയത്. ചക്ക ഉണങ്ങിയത്. ഇത് നമുക്ക് വേവിക്കാനും എടുക്കാൻ കുതിർത്ത് നമുക്ക് പൊടിച്ച് പുട്ടുണ്ടാക്കാനും പറ്റും. ഇത് തക്കാളിപ്പഴം ഉണങ്ങിയത്. ഇത് സവാള ഉണങ്ങിയത്. മാംഗോ ജാമാണ്. ഇത് ഇഞ്ചി നമ്മൾ ചരണ്ടി കൊടുക്കും. ഇവരിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും നല്ല റിക്വയർഡ് ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫ്രീസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവരിവിടെ കട്ടിംഗ് പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് മെഷീനറീസിൽ നല്ല ഹൈജീൻ സിറ്റുവേഷനിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രോസസ്സൊക്കെ അപ്പോൾ ഒന്ന് കാണാം. ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയുന്നത്. തൊലിയെല്ലാം ക്ലീൻ ആയിട്ട് വരും. ബീട്രൂട്ട് ക്ലീൻ ചെയ്തു. ബീട്രൂട്ട് തോരനരിയാണ്. അരി വാഴക്കൂമ്പ്, ക്യാബേജ്, ക്യാരറ്റ് എല്ലാ തോരനും ഇതിലരിയാം. സവാള സ്ലൈസ് ചെയ്യുന്നതാണത്.
പച്ചക്കറി ക്ലീൻ ചെയ്യുന്നത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ വെള്ളത്തിലിട്ടിട്ട് അതിലാണ് പച്ചക്കറി ഇട്ട് കഴുകിയെടുക്കുന്നത്. മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് പിന്നെ വേറെ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കണം. വാഷ് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ ഒരു പുതിയ സംരംഭമാണ്. വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ട് വെജിറ്റബിൾസ് ആണ്. നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് എ ഗ്രേഡ് മെറ്റീരിയൽസ് ആയ പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യാതൊരുവിധ ഡിഫക്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാക്കിങ്ങുകളെല്ലാം അതുപോലെ നമ്മൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഓഫേഴ്സ് ഉണ്ട്. അതിനോട് ചേർന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ അതെല്ലാം നമ്മൾ ഒരു കിറ്റിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നാടൻ സാധനങ്ങൾ വിപണികളിൽ നിന്ന് വാങ്ങി നമ്മൾ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫ്രഷ് കട്ട് വെജിറ്റബിൾസ് മാത്രമാണ് കൊടുക്കുന്നത്. അതാത് വീക്കുകളിൽ നമ്മളത് ഡിസ്പോസ് ആക്കിയിട്ട് പഴയത് ഡിസ്പോസ് ആക്കിയിട്ട് പുതിയ മെറ്റീരിയൽ പുതിയ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അവർക്ക് പാക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വീടുകളിലും നമ്മൾ ഹോട്ടലുകളിലും എല്ലാം നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. അത് നമ്മൾ കൊട്ടാരക്കരയുണ്ട്. കൊട്ടാരക്കര ടു അടൂർ റൂട്ടിൽ എവിടെയാണെങ്കിലും നമ്മൾ ഹോം ഡെലിവറി ചെയ്യും. പിന്നീട് ഹോട്ടലുകൾക്കും കല്യാണ പാർട്ടികൾക്കും വീട്ടിലെ ഫംഗ്ഷൻസിനും നമ്മൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ സാധനങ്ങൾ നൽകുന്നതായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏനാത്ത് അടൂർ MC റോഡിലെ മഹർഷിക്കാവ് എന്ന സ്ഥലത്തിൻ്റെ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സംരംഭത്തിലാണ്. ചേട്ടൻ നമ്മുടെ ലിജോ ചേട്ടനും ഈ ചേച്ചിമാരും ചേർന്ന് നടത്തുന്ന ഈ ഒരു സംരംഭത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം.